എനിക്ക് അപ്പുറത്തെ സൈഡ് ഞാൻ ഇപ്പം എണ്ണീച്ചിട്ടുള്ളൂ. കൊറിയറിൻ്റെ കോള് വന്നിട്ട് എണ്ണീച്ചതാണ്. ഭ്രാന്തിയെ പോലെ ഇരിക്കണം. പക്ഷെ എന്താണ് കൊറിയറിന്ന് പോയി നോക്കാം കേട്ടോ. എനിക്കറിയാൻ പാടില്ല. 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഇന്ന് വന്നിരിക്കണേ എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് പോയി നോക്കാം ഗൈസ്. പാക്കേജ് കിട്ടി. നമ്മുടെ നൈക്കയുടെയാണ്. നൈക്കയെന്നാണെങ്കിൽ ലിപ്സ്റ്റിക്സ് ആയിരിക്കും ഗൈസ്. ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ആൻഡ് നമ്മുടെ 3 ലിപ്സ്റ്റിക്സ് അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. അടിപൊളി ഷെയ്ഡാണ്. ഒരെണ്ണം മൈഗ്ലാമിൻ്റെതും പിന്നെ ഒരെണ്ണം പാക്കിൻ്റെതും ആയിരുന്നു. അപ്പം പാക്ക് എന്നോട് ഒരാൾ റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ കമൻറ്റ് കാണുമ്പോൾ അപ്പം തന്നെ പോയി നോക്കും ഏതാണ് ഷെയ്ഡ് റെക്കമെൻഡ് ചെയ്തേക്കണതെന്ന്. അപ്പോൾ ഞാൻ പോയി നോക്കിയ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. മിനി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം പെട്ടെന്ന് തീർന്നു പോകുന്നു. ബിക്കോസ് സോ ഗുഡ് കളർ. മൈഗ്ലാമിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്ലാമിൻ്റെ പ്രൊഡക്റ്റുകളൊന്നും ലിപ്സ്റ്റിക്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഒരു തവണ തുടക്കത്തിൽ ഞാൻ മറ്റേ പോത്തീസി പോയ സമയത്തൊരു ഷെയ്ഡ് കിട്ടിയായിരുന്നു, ഒരു ഓറഞ്ച് കളറിൽ. പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്ക് അല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഇതിടാൻ പറ്റിയില്ലായിരുന്നു. നിങ്ങളോട് പറയാൻ കൂടുതലൊന്നും പറ്റിയില്ലായിരുന്നു. ബട്ട് ഇനി എനിക്ക് പറയാമല്ലോ. സോ അതാണത്. ഞാൻ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടുന്നുണ്ടാവും ഇൻഷാല്ലാ. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ചപ്പ് എന്തെങ്കിലും കഴിക്കും ഗൈസ്. ഞാൻ 2 ഷെയ്ഡും ട്രൈ ചെയ്ത് നോക്കി. അതാട്ടോ കണ്ടുന്നത്. ചുണ്ടിങ്ങനെ ഇതാക്കി വിട്ടിട്ടാണ് ഇവിടെയൊക്കെ നിറച്ച് പിങ്ക് ആയിട്ട് ഇങ്ങനെ. അടിപൊളി ഷെയ്ഡ് ഗൈസ്. 2 അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് കൺഫേം ആണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അത്രയ്ക്ക് സൂപ്പർ ഷെയ്ഡാണ്. 2 അടിപൊളിയായിട്ടുണ്ട്. കാൺ വെയിറ്റ് ടു ഷോ യു ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരെണ്ണം റിവ്യൂ ചെയ്ത് എന്തായാലും ഇടുന്നതായിരിക്കും. കാരണം എനിക്ക് എന്നെ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക്ക് ഇടാമല്ലോ. എനിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്വാച്ച് കാണിക്കാൻ വരെ ഭയങ്കര ഇതാണ്. കാരണം അത്രയും പ്രൊഡക്റ്റ് വേസ്റ്റ് ആവുന്നു. കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറവായിട്ട് ചുണ്ടത്ത് തേക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ എൻ്റെ റിവ്യൂ വീഡിയോ കാണണം. പിന്നെ ഫുഡ് ആയിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഉമ്മ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇന്ന് എന്താണ് ഫുഡെന്ന്. കഴിച്ചത് ഗൈസ്. ഫുഡും അടിപൊളി, എല്ലാം അടിപൊളി. ഇപ്പം ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് അടിപൊളിയാണ്. ആകെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ഐശില്ലാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നോർമലി എണീക്കുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ അവൾ കോളേജിൽ പോയിട്ട് തിരിച്ച് വരെയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എവിടെയൊക്കെ കാണും. ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഐശ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭക്ഷണത്തിന് ഒരു വിലയും ഇല്ലായിരുന്നു. ഇന്ന് പാവത്തിന് അവിടെ വെള്ളം പോലത്തെ കടലക്കറിയും അപ്പമാണോ ദോശയോ അങ്ങനെ എന്താണെന്നാ പറഞ്ഞത്. പാവം. അല്ല, ഞാൻ തന്നെ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ടേക്കാണല്ലോ. എന്നാലൊരു സന്തോഷം. അവളെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു സന്തോഷം ഗൈസ്. അപ്പോൾ അതാണത്. ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാനല്ലാതെ വീഡിയോ എടുക്കില്ല ഗൈസ്. ഉമ്മച്ചിയുടെ സൈനബിൻ്റെ ലഞ്ച് ബോക്സ് നിറച്ചു കൊടുക്കുകയാണ്. ഇന്ന് എന്താ ദിവസം? ഇന്ന് ചൊവ്വയാണ് ഗൈസ്. സാധാരണ വെള്ളിയാഴ്ചയാണ് അടിപൊളി ഫുഡ് എന്നാണ് അവൾ അവകാശപ്പെട്ടത്. പക്ഷേ അല്ല, ഇന്ന് അടിപൊളി ഫുഡാണിതേ. നെയ്ച്ചോറ്, പരിപ്പ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ ഗൈസ്. ഇപ്പുറത്തറ്റത്ത് നോക്കിയേ ചിക്കൻ റോസ്റ്റ് ഗൈസ്. ഇന്ന് കഴിക്കാൻ തൈര്, ചിക്കൻ റോസ്റ്റ്, പരിപ്പ് കറി, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. എനിക്കറിയില്ല ഗൈസ്. ആ മുളക് അതിലോട്ട് ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ഇതാക്കണം. എന്നിട്ട് ചോറുമായിട്ട് ഇങ്ങനെ കുഴക്കണം. നല്ലപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് കിഴങ്ങുണ്ട് കേട്ടോ. കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടെ എടുത്ത് അതിലോട്ട് ഇങ്ങനെ കുഴക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് തൈരും കൂടെ എടുത്ത് നല്ലപോലെ അങ്ങോട്ട് കുഴക്കണം. കുഴച്ചതിന് ശേഷം ഇന്ന് ഞാൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ഒരു ചേഞ്ചിന്. എന്നിട്ട് ഒരു ചിക്കൻ പീസ് അങ്ങനത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ കറിയിലിട്ട ഒരു ചിക്കൻ പീസ് അതും വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഗൈസ്. എൻ്റെ മുഖത്തിലെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രക്ഷയില്ല അമ്മ. അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഫുഡ്. നാളെ തൊട്ട് നമ്മൾ പിന്നെയും നമ്മുടെ കോളേജിൽ അങ്ങോട്ട് പോയിരിക്കും. തിരിച്ചു വരും. പക്ഷെ എന്നാലും ഇതൊക്കെ വിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കോളേജിലേക്ക് പോകുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഉമ്മച്ചി മനഃപൂർവ്വം ചെയ്യണയാണോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്ക് ഉമ്മ മനഃപൂർവ്വം ചെയ്യണേന്ന് അങ്ങനെ ഞങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഉമ്മച്ചി കുറച്ച് പണി തന്നിട്ടുണ്ട്, വാക്യൂം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് പോയി അത് വെക്കാം. ഗൈസ് ഞാൻ ഇന്ന് വന്ന 2 ലിപ്സ്റ്റിക്കിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതൊരു സബ്സ്ക്രൈബർ റെക്കമെൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഷോർട്ട്സ് ഇപ്പോൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട്. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്, പ്ലസ് വെരി അഫോർഡബിൾ. അതുകൊണ്ട് എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗൈസ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നാളെ സൈനബിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. 21 ഓഗസ്റ്റ് സൈനബിൻ്റെ ബർത്ത്ഡേ ആണ്. ഐശ ഇല്ല, മിക്കവാറും രാത്രി വിളിക്കും. പക്ഷെ ഞാൻ രാത്രി അവളിപ്പോൾ ട്യൂഷന് പോയേക്കാം. അവൾ വരുന്നതിന് മുന്നേ നമുക്ക് കേക്കോ എന്തെങ്കിലും മേടിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് ആക്കണം. അപ്പോൾ ഞാനിപ്പോൾ സൊമാറ്റോയിൽ ബെബിറ്റോസിന്നൊരു വാഫിൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സൈനബിന് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് വാഫിൾ. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വരുമായിരിക്കും ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. സൈനബ് 6 മണിയാകുമ്പോൾ വരും. 5:20 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവൾ വരുന്നതിന് മുന്നേ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാണിച്ചത് ഗൈസ് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒളിപ്പിക്കണം. തൊണ്ടി മുതൽ നമുക്ക് ഒളിപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ അവൾ കണ്ടുപിടിക്കും. 42 6 മണിയാകുമ്പോൾ ചേച്ചി ഞാൻ ഇത് കൊണ്ടിട്ട് അതിൽ ഒളിപ്പിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ് ഇതാണ് സാധനം, ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ഒളിപ്പിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. ഗൈസ് നമുക്കിതേ ചെറിയൊരു ഷർമ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിതേ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഉച്ചക്ക് കാണിച്ചത് തന്നെ ചിക്കൻ ഫ്രൈ, തൈര് സാലഡ്, ചിക്കൻ കറി, പരിപ്പ്, പിന്നെ ദേ സൈന. നമ്മളിപ്പോൾ തന്നെ സാധനം കൊണ്ട് കൊടുക്കുകയാണ്, ബിക്കോസ് അവൾ ഉറങ്ങിക്കളയും. സൈന ഹാപ്പി ബർത്ത്ഡേ. എന്തുവാ നീ ഉറങ്ങിക്കളയുന്നുണ്ട്? നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചതാ. ബിബിറ്റോസ്. വെൽക്കം. എന്താന്ന് മനസ്സിലായ? എന്താണിത്? പിന്നെ ടേസ്റ്റി എങ്ങനെയാണെന്ന് നോക്ക്. ഞാൻ ചെയ്തരണ? കൊള്ളാവാ? ഈ ലൈക്ക് ഫ്രിഡ്ജില ഞാൻ ഒളിപ്പിച്ച് വെച്ചതാ. എനിക്ക് അപ്പുറത്തെ സൈഡ് എന്നാ ഒരു ക്യൂട്ട് മൂവ്മെന്റ് എടുക്കാൻ സമയക്കല്ലോ കേട്ടോ. എല്ലാം കയറിക്കൊള്ളായോ. അടുത്തേക്ക് ആ സൈഡ് കൊള്ളാം. കൊള്ളാല്ലേ ഐഷ? യു മിസ്ഡ് ദിസ്. ടു ഗുഡ്. കൊള്ളാല്ലേ? നൈസ് കേസ്. അങ്ങനെ എൻ്റെ സർപ്രൈസ്, എൻ്റെ അല്ല എൻ്റെ ഐഷയുടെ സർപ്രൈസ്. സൈന സർപ്രൈസിനെ കുറിച്ച് 2 വാക്ക് പറയൂ. അത്രേ ഉള്ളൂ? കുറച്ചുകൂടെ എഫേർട്ട് ഇട് സൈന. പുട്ട് ലിറ്റിൽ മോർ എഫേർട്ട്. ഞെട്ടിയോ? ഞെട്ടിയാ? ശരിക്കും ഞെട്ടിന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇനിയും നമ്മൾ ഞെട്ടലുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ആരും സൈനബിന് വിഷയം വേണ്ടി മറക്കല്ലേ ഗൈസ്, വിഷ് ചെയ്യണം.